ഒരു സെക്കൻഡ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. എന്താ പറയാ, ഞാൻ ഒരു പുതിയ വണ്ടി എടുത്തിട്ടോ. ആ വണ്ടിയാണ് നിങ്ങൾ കാണുന്നത്. ആ വണ്ടിനെ പറ്റിയുള്ള വീഡിയോസ് ഉണ്ട്. ഇന്നത്തെ വീഡിയോസ് കറക്റ്റ് കാണിച്ചാൽ ഏതാണ് വണ്ടി, എവിടുന്നാണ് എടുത്തത്, എങ്ങനെയാണ് എടുത്തത്, എന്തിനാണ് എടുത്തത്, അതാണ് മെയിൻ ചോദ്യം. എന്തിനാണ് ഞാൻ ഈ വണ്ടി എടുത്തത്, അതാണ് മെയിൻ ചോദ്യം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടിയുടെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ശരിക്കും പണ്ട് നമ്മുടെ ഡെസേർട്ടിൽ പോയൊരു വീഡിയോ ഉണ്ട് നമ്മുടെ ഫിർഷാദിൻ്റെ കൂടെ. ആ വീഡിയോ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഒരു കാലത്ത് ഞാൻ വണ്ടി എടുക്കും, അതുപോലെ തന്നെ ആ വണ്ടിയുടെ ഡെസേർട്ടിൽ പോകുന്നത്. ഇന്ന് ഫസ്റ്റ് ദിവസമാണ് ഡെസേർട്ടിൽ വന്നിട്ടുള്ളത്. ഇതാണ് ഞാൻ പുതിയ എടുത്ത വണ്ടി എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഫോർഡിൻ്റെ റാപ്റ്റർ എന്ന് പറയുന്ന വണ്ടിയാണ്. ട്രക്കാണ്, ഇറ്റ്സ് നോട്ട് എ കാറല്ല, ട്രക്കാണ്. ഒരുപാട് യുവാക്കളുടെ ഡ്രീം വെഹിക്കിൾ കേട്ടോ. എൻ്റെ ഇത് ഞാൻ നല്ല ചുവന്ന ടീഷർട്ട് കിട്ടിയിട്ടുണ്ടോ. ചുവപ്പ് എന്നുള്ളത് ഓഫ്കോഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ്. അപ്പം ഇതും റാപ്റ്ററും ചുവപ്പാണ്. ഞാൻ ആദ്യം ഇതൊന്ന് വാക്ക് അറൗണ്ട് കാണിച്ചിടാം, ഉറപ്പാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഓ നോക്കി നിങ്ങൾ, ആ ചൊക ചുവന്ന കളറാണ് ഇതിൻ്റെ. പിന്നെ ടയേഴ്സൊക്കെ നിൽക്കും. ടെക്നിക്കലിലെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഇതിലെന്നുള്ളത്. ആദ്യം ജസ്റ്റ് ഞാൻ എൻ്റെ ഭാഷയെ ചുറ്റി കാണിച്ചിട്ടോ. ഇതേ കണ്ട വണ്ടി നല്ല ചുവന്ന് നല്ല ഹൈറ്റോട് കൂടിയിട്ടില്ല. ബ്ലാക്കും അതും റെഡും, ഈ രണ്ട് തീമിലായിട്ട് വണ്ടിയുള്ളത്. പിന്നെ ഈ നമ്പർ പ്ലേറ്റ് ഉണ്ടോ 52545. ഇതിൻ്റെ പുറകിലൊരു കോമഡി ഉണ്ട്. നിങ്ങൾ വിശ്വസിച്ചാലില്ലെങ്കിൽ എനിക്ക് ഭാഗ്യമുണ്ട് എന്ന് പറയുന്നത് ഏറ്റവും വലിയ തെളിവാണ് ഈ നമ്പർ പ്ലേറ്റ്. ഞാൻ 5254 എൻ്റെ എല്ലാ മൊബൈൽ നമ്പറിൻ്റെയൊക്കെ ലാസ്റ്റ് 222548 ഇങ്ങനെയൊക്കെ നമ്പർ ഉണ്ടാവും. അപ്പോൾ ഞാനെന്താണെന്ന് വെച്ചാൽ 222548 എൻ്റെ വണ്ടിക്ക് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട്, പിന്നെ 222548 കിട്ടുമോ നോക്കാൻ വേണ്ടി ഞാൻ ഓൺലൈനിലൊക്കെ നോക്കി. ഓൺലൈനിൽ നോക്കിയിട്ട് പൈസ കുറച്ച് കൂടുതലാണ് ഒഴിവാക്കി. അങ്ങനെ ലാസ്റ്റ് നമുക്ക് അലോട്ട് ചെയ്ത് നമുക്ക് നമ്പറില്ലോ. ആ നമ്പർ നോക്കും ദേ 52458. ആക്ച്വലി 52548 ആണ് എൻ്റെ ഫാൻസി നമ്പർ എന്ന് പറയുന്നത്. എനിക്ക് കിട്ടിയത് 52458. ഓക്കെ, താഴെയിലൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോഴും ഞാൻ പറഞ്ഞത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഒക്കെ പറഞ്ഞു കേട്ടോ. ഈ വണ്ടിക്ക് നമ്പർ ലോക്കൊക്കെ ഉണ്ട്, പക്ഷേ ഇതിൻ്റെ പാസ്വേഡ് എനിക്ക് അറിയോ, നിങ്ങളുടെ പറഞ്ഞു തരില്ല, നോക്കണ്ട. ഓക്കെ, ബാക്കിൽ പിന്നെ ഇതിൽ വേണമെങ്കിൽ എനിക്ക് മാർക്കറ്റിലെല്ലാം പോകുമ്പോൾ മീനെല്ലാം വാങ്ങാം. പച്ചക്കറിയെല്ലാം ഞാൻ ഇതിൽ കൊണ്ടുപോകും. ഇനിയിപ്പോൾ എനിക്ക് അഥവാ എനിക്ക് പൈസ ഇല്ല, ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഒരു കിട്ട് ഓറഞ്ച് വാങ്ങി ഞാൻ വണ്ടിയിലിട്ട് വിൽക്കും. ഇരിട്ടി ടൗണിലൂടെ ഞാൻ വിൽക്കും, കണ്ണൂരിലൂടെ ഞാൻ വിൽക്കും. പിന്നെ ഇങ്ങനെയൊക്കെയാണുള്ളത്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് വണ്ടീനെ പറ്റി പറയാനുണ്ട് കേട്ടോ. ഒരാളെ ഞാൻ ക്ഷണിക്കുകയാണ്. ക്ഷണിച്ചു വാ, ഇനി വന്നോ. മറ്റേ മ്യൂസിക് വേണോ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണോ, ഇട്ടടാ. വാ, കുഴപ്പമില്ല, പരിചയപ്പെടുത്തിക്കോ. നീ വല്ല ഫേമസ് ഒന്നല്ല. എൻ്റെ പേര് നിജീഷ് എന്നാണ്. ഷാക്കിറിന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വണ്ടി ഒപ്പിച്ചു കൊടുത്തത് ഞാനാണ്. അപ്പോൾ നോട്ട് ദ പോയിന്റ്. ഈ വണ്ടിക്ക് എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഗൈസ്, ഈ വണ്ടിക്ക് എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഇവനാണ് എൻ്റെ ഉത്തരവാദി. മുതലാളി ഞാനല്ല, ഇവനാണ് എനിക്ക് വണ്ടി കച്ചവടമാക്കുന്നത്. ഇവനാണ്. എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഞാൻ സ്റ്റാറ്റസ് ഷെയർ ചെയ്യും. കേരി മേനു പറടാ ബ്രോ. എൻ്റെ പേര് ഫർസാൻ, നാട് തൃശ്ശൂരാണ്. ഇവനാണ് കൂട്ടുപ്രതിയാണ്. ഇവന് ഒരു 100% കൊടുത്താൽ അതിൻ്റെ ഒരു 10-30% ഇവനും കൊടുക്കണം കേട്ടോ. പക്ഷേ ഇത് പിന്നാലെ വേറൊരാളുണ്ട്. അത് മെയിൻ ആളുണ്ട്. ഈ വണ്ടിയുടെ മുമ്പത്തെ ഓണർ ഓൾമോസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ടില്ല, 4 ഇയേഴ്സ് ആയിട്ട് ഈ വണ്ടി ഉപയോഗിച്ചൊരു മലയാളിയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഒറ്റ ദിവസം കൊണ്ട് കണ്ട് ഇഷ്ടപ്പെട്ട് പിറ്റേ ദിവസം പോയി കച്ചവടമാക്കി കേട്ടോ. യെസ്, ഒന്നാം പ്രതി. അതെ അതന്നെ. അപ്പം ഇവനെ വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ആക്ച്വലി മൂപ്പർക്ക് ഇങ്ങനെ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യുന്ന പരിപാടിയൊക്കെ കൊല്ലംകാരനാണ്. യെസ്, കൊല്ലംകാരനാണ്. ആ ജില്ലക്കാർക്കാണ് കുറച്ച് ഇങ്ങനത്തെ സാഹചര്യം വരുന്നത് കേട്ടോ. അപ്പം മോഡിഫിക്കേഷനിൽ ഉണ്ട്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ടെക്നിക്കലി പറയാൻ പറ്റും. ഞാൻ പറയുമ്പോൾ വലിയ ടയർ, വലിയ ഗ്രില്ല്, അല്ലെങ്കിൽ ആടെ ഭയങ്കര ഷോക്ക്, ഇങ്ങനെയല്ല ഞാൻ പറയാം. പക്ഷേ അത് ഏത് ബ്രാൻഡാണെന്നോ അതിൻ്റെ പർപ്പസ് എന്താണെന്ന് പറയാൻ എനിക്ക് പറ്റില്ല. പക്ഷേ ഇവന്മാർക്ക് അത് പറയാൻ പറ്റും. തുടങ്ങിയാലോ. കാരണം ഇവൻ എന്നോട് പറഞ്ഞു ഇതിനോട് 10-40,000 ദിർഹംസിൻ്റെ സാധനം കയറ്റി എന്ന് പറഞ്ഞാൽ 10 തള്ളിതടാ. അങ്ങനെ നമ്മൾ തള്ളുകയും ചെയ്യും. അപ്പോൾ അവിടെ അങ്ങ് ക്ഷമിച്ചേക്കല്ലാണ്ട് 6 ലക്ഷം രൂപേൻ്റെ കസ്റ്റമൈസേഷൻ വർക്ക് ചെയ്ത് കയറ്റിയിട്ടുള്ളൂ. എന്നാ മുമ്പ് തന്നെ തുടങ്ങാം, പറഞ്ഞു. ഓക്കെ, നമ്മളിപ്പോൾ ബേസിക്കലി ഇതുപോലെ മോഡിഫൈ ചെയ്യുന്ന ട്രക്സിനെ യൂഷ്വലി ഒരു പേര് വിളിക്കുന്നതെന്ന് വെച്ചാൽ പ്രീ റണ്ണേഴ്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ വണ്ടി എന്നുള്ളത് ഓഫ് റോഡ് പർപ്പസിന് വേണ്ടി ബിൽഡ് ചെയ്ത്
അതിനുവേണ്ടി ആവശ്യത്തിലും കൂടുതൽ പൈസ ഇറക്കി ബിൽഡ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് പെർഫെക്റ്റ് പാർട്സ് എന്ന് വെച്ചാൽ എന്താ പറയാ, തട്ടിക്കൂട്ടി ഒരു പണിയില്ല. നാടൻ മലയാളത്തിൽ അല്ല, കൊല്ലം ഭാഷ തട്ടിക്കൂട്ടി ഒരു പരിപാടിയില്ല. കാശ് ഇറക്കിയിട്ട് ഡെസേർട്ട് പോയി കുടുങ്ങാത്ത ഡെസേർട്ട് ഒന്നുകൂടെ പണിയണമെങ്കിൽ ലോൺ എടുക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ ഫ്രണ്ട് എന്ന് തുടങ്ങാം. അപ്പൊ ഇതിനെ നമ്മൾ പറയുന്ന ബാലൻസ് ബമ്പർ എന്നാണ്. ഓക്കെ, അപ്പം ഇതിന്റെ സാധാ ഒറിജിനൽ ആയിട്ട് വരുന്ന ബമ്പർ ഏകദേശം ഇത്രയും ഹൈറ്റ് ഉണ്ട്. അപ്പം പ്രശ്നം എന്താന്ന് വെച്ചാൽ ഡെസേർട്ടിൽ ഇപ്പം ചുറ്റും നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, മണ്ണിലൂടെ കയറി ഇറങ്ങുമ്പോൾ ചുറ്റും നോക്കുമ്പോൾ അവിടെ ഒരു വെഡിങ് ഫോട്ടോഷൂട്ട് എടുക്കണം, ചുവന്ന കളേഴ്സൊക്കെ ഉള്ള കുട്ടികളൊക്കെ ആയിട്ട്. നീ ചുറ്റും നോക്കിപ്പിക്കണ്ട പറ. അപ്പൊ ക്ലിയറൻസ് കുറവാണ്. ഓക്കെ, അപ്പം നമ്മൾ ഹൈ സ്പീഡിൽ ഡെസേർട്ടിലൂടെ ഓടിക്കുമ്പോൾ ബമ്പർ പൊട്ടാനും ബമ്പറിൽ ഇടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി കസ്റ്റമായിട്ട് മെറ്റലിൽ പണിതൊരു ബമ്പറാണ്. ഇതില് മല്ലു കയറിയിരിക്കുന്ന ഫോട്ടോ നിങ്ങൾ പലരും കണ്ടു. എന്തിനാ വീഡിയോ കാണിച്ചിരുതാ? മല്ലു കയറിക്കുന്ന വീഡിയോ കണ്ടില്ലെന്ന് പറയട്ടെ, ബാലൻസ് ഇല്ലാന്ന് കേട്ടോ ഇവിടെ. നിങ്ങൾ എനിക്ക് ഇതിനോട് കയറി നിൽക്കാം, അത്രക്ക് വേണ്ട 2-3 കയറി കേട്ടോ. സാധാരണ ചെമ്പ് മാത്രമല്ല, ഇരുമ്പ്. എന്നിട്ടത് ഇത് സ്റ്റീലാണ്. ഓക്കെ, അടുത്ത പറ. അതിന്റെ അടിയിൽ ബാലൻസ് ബമ്പർ. ഓക്കെ, ബാലൻസ് ബമ്പർ വെച്ചാൽ ഈ സാധനം താങ്ങാൻ വേണ്ടി അതിന്റെ അടിയിൽ വേറൊരു സാധനം കൊടുത്തിന്. ഇതൊരു കോസ്മെറ്റിക് ടച്ച് ആണ്. ഇത് വലിയ പവറില്ല, ഇത്ര പവറൊന്നും ഇല്ല കേട്ടോ. ഇത് മെയിൻ ഫ്രെയിമിലേക്ക് കണക്ട് ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ ഒരു നല്ലൊരു ഇടി ഇടിച്ചാലും ഇതിനെ താങ്ങാൻ പറ്റും. പിന്നെ അടിയിലേക്ക് വരുമ്പോൾ കസ്റ്റം സ്കിഡ് പ്ലേറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ റേഡിയേറ്റർ അത് തുടങ്ങിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വണ്ടിയുടെ കൂളിംഗ് സിസ്റ്റം ഇതിന്റെ അടിയിലാണ്. അപ്പൊ മണ്ണിലൂടെ പോകുമ്പോൾ എത്ര സ്പീഡിൽ പോയിട്ട് ഇടിച്ചാലും ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി മെറ്റലിൽ പണിതെടുത്താണ് ഇത്. ഓക്കെ, ഇനിയാണ് വണ്ടിയുടെ ഞാൻ പറയുന്നത് അധികം കാണാൻ പറ്റാത്തൊരു മെയിൻ അട്രാക്ഷനിലേക്ക്. ഇപ്പം കാണിച്ചെന്ന് അറിയോ? ഇപ്പം കുറച്ച് വെയിലുണ്ട്, നമുക്ക് വേഗം കിട്ടും അല്ലേ? വാട മോനെ, ഇപ്പം കാണിച്ചോ ആ മെയിൻ അട്രാക്ഷൻസ്. ഒരു കീ അട്രാക്ഷൻ എന്ന് പറയാൻ ഇതിന്റെ ബീഡ് ലോക്ക് വീലാണ്. ബീഡ് ലോക്ക് ഞാൻ ഇത് ആദ്യമായിട്ട് സാധനം കേൾക്കുന്നത്. എന്താ പറ? നമ്മൾ ബേസിക്കലി മണ്ണിൽ കൂടെ ഓടിക്കുമ്പോൾ ഷാർപ്പായിട്ട് വളവെടുത്താൽ ചില സമയം ടയർ വീലിൽ നിന്ന് പുറത്ത് വരും. അല്ലെങ്കിൽ നമ്മൾ വിളിക്കുക പോപ്പ് ഔട്ട് എന്ന്. ഓക്കെ, പോപ്പ് ഔട്ട് വന്നാൽ പിന്നെ ജാക്ക് വെക്കണം, ടയർ തിരിച്ച് വീട്ടിലിടണം, കാറ്റടിക്കണം. ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ അവിടെ പോയി. ഇവിടെ എന്താ മെക്കാനിസം എന്ന് വെച്ചാൽ ഇത് 2 പീസാണ്. ഞാൻ പറഞ്ഞുതരാം. മെയിൻ വീലും ഇത് ബീഡ് ലോക്ക് റിംഗ് എന്ന് പറയും, ഈ കാണുന്ന റിങ്ങിനെ. അപ്പൊ ഈ ബോൾട്ടുകൾ ഓരോന്നും ഷോ ബോൾട്ട് അല്ല. ടയർ ഈ റിമ്മിനും ഈ ബീഡ് റിങ്ങിനും ഇടയ്ക്ക് വെച്ചിട്ട് ഓരോ ബോൾട്ട് വെച്ചും ഒരു കറക്റ്റ് ടോർക്ക് സ്പെക്കിൽ ടൈറ്റ് ചെയ്ത് വെച്ചേക്കാം. ഇതൊരിക്കലും ഇളകില്ല. അങ്ങനെയാണ്. അപ്പൊ എത്ര സ്പീഡിൽ പോയാലും ആ ഒരു കാര്യം നമുക്ക് ഗ്യാരണ്ടി. വേറെ എന്തല്ലേ? ഇത് പിന്നെ ഓഫ് റോഡിങ്ങിന് വേണ്ടിയിട്ട് സൈഡ് മിറർ ലൈറ്റ്. ഇത് എക്സ്ട്രാ ലൈറ്റ് കേട്ടോ. പിന്നെ വേറെ കാര്യം, ഇത് ഈ വണ്ടിയുടെ വലിപ്പം കാരണം പാർക്കിംഗ് കൊണ്ട് ഞാൻ തട്ടിയിട്ട് ഇതൊക്കെ ഇവിടെ പൊട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഓന് ഫ്രീ ആയിട്ട് മാറ്റി തരാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഫൈൻ. ഇനി വേറെ എന്താ പറഞ്ഞോ? വേറെ സൈഡിൽ ഇന്നത്തെ സാധനം പറഞ്ഞു കൊടുക്കട്ടെ, ചവിട്ടുന്ന സാധനം. ഇത് സൈഡ് സ്റ്റെപ്പ്. ഇത് ഫാക്ടറിയിൽ നിന്ന് വരുന്നതാണ്. അതിന് നീ വേറൊന്നൊരു പേരാണല്ലോ, മാഗ്നീസ്. അല്ല, അത് മെറ്റീരിയൽ ഒരു സ്പെഷ്യൽ അല്ല. അപ്പൊ അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് എല്ലാവർക്കും താല്പര്യം. ഓക്കെ, ഫൈൻ. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ സസ്പെൻഷൻ നമുക്കൊന്ന് ടച്ച് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടെ ഒറിജിനലി വരുന്ന ഇന്റേണൽ ബൈപാസ് ഫോക്സ് റേസിംഗിന്റെ സസ്പെൻഷൻ ആണ്. ഇതിപ്പോ മല്ലു മേടിക്കുന്നതിന് മുമ്പ് ഫുള്ളി റീബിൽഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ സസ്പെൻഷൻ കുറച്ചാൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ എഞ്ചിൻ ഓയിൽ പോലെ അതിന്റെ ഓയിലിന് വേറെ ടയർ വരും. അപ്പൊ നമ്മൾ ആ ഓയിൽ കുറച്ചാൾ കഴിഞ്ഞിട്ട് ഫുൾ ഊരി ക്ലീൻ ചെയ്ത് ഓയിൽ മാറ്റി പുതിയ ഓയിൽ വെച്ചിട്ട് അങ്ങനെ പ്രൊസീഡ് ചെയ്യും. ഇനി ബാക്കിലേക്ക് വരുമ്പോൾ ഇതിന് അപ്പൊ ഇതിന്റെ ഒറിജിനൽ ബമ്പർ വരാന്ന് വെച്ചാൽ സാധാ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ഒരു പ്ലാസ്റ്റിക് ബമ്പറാണ്. നമ്മളത് മാറ്റിയിട്ട് ക്ലിയറൻസ് അല്ലേ വീണ്ടും മെയിൻ ഡെസേർട്ടിൽ വരുമ്പോൾ. അപ്പോൾ ക്ലൈംബ് ചെയ്യുമ്പോൾ ബാക്കിൽ നിന്ന് മണ്ണ് കോരാതിരിക്കാനോ അടിക്കാനോ ഇവിടുന്ന് ട്രിം ചെയ്തിട്ട് ഈ പ്ലേറ്റ് വെക്കും. ഇതിനാണ് ഡഫ് ടെയിൽ എന്ന് പറയുന്നത്. ഡഫ് ടെയിൽ നമ്പർ 3 ആയാലോ? ഡഫ് ടെയിൽ ഒരു അഡീഷണൽ മോഡിഫിക്കേഷൻ ആണ്. പിന്നെ വരുമ്പോൾ ബാക്കിൽ കസ്റ്റം മെറ്റൽ ബമ്പർ ഉണ്ട്. മെറ്റൽ ബമ്പർ വെച്ചോണ്ട് തന്നെ ഇപ്പൊ ലൈസൻസ് പ്ലേറ്റ് 2 സ്ട്രിപ്പിലാണ് തൂങ്ങി കിടക്കുന്നത്. അതെ, നമ്പർ പ്ലേറ്റ് ഉണ്ടോ ഇതിനുണ്ട്. പക്ഷെ ഇതൊക്കെ ഇവിടെ ലീഗലാണ്, ഇതൊന്നും ഇല്ലീഗൽ അല്ല. കണ്ടാൽ മാത്രം മതി. അതെ, ഇവിടെ ഈ കാണിക്കുന്ന സാധനങ്ങൾ മുഴുവനും ലീഗലാക്കിയിട്ട് മാറ്റി കേട്ടോ മൊത്തം. വണ്ടി പാസ് ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ടാണ് കയ്യിൽ തന്നേക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ നാട്ടിൽ മീൻ വെക്കാൻ പോകുമ്പോൾ പെട്ടി കൊടുക്കാൻ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ, പൈസ ഇല്ലാണ്ട് നിൽക്കുമ്പോൾ നാട്ടിൽ മീൻ വെക്കാൻ പോകും. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ വെക്കും. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറണമെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ്ട്രാ സ്റ്റെപ്പ് ഉണ്ട്. കയറിടാ, മേലെ കയറി കാണിച്ചു കൊടുത്തിട്ട്. കയറുന്നതിന് മുമ്പ് ഈ വയസ്സായ ആൾക്കാർക്ക് കയറാനാണെങ്കിൽ ഓക്കെ, അതുകൊണ്ട് ഇനിയിപ്പോൾ അതല്ല, ശത്രുക്കളോടാണ്. ശത്രുക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചോ, പോകുന്ന വഴിക്ക് തല്ലാനാട്ടം വന്നിട്ടുണ്ടെങ്കിൽ ഇതേ ഈ സാധനം എടുത്തിട്ട് തലക്കടിച്ച തലയോട്ടെല്ലാം ഓക്കെ, നോട്ട് ദ പോയിന്റ്. പറ, ഇറങ്ങ കയറല്ലേ, സുഖമായിട്ട് കയറി ഇറങ്ങും ചെയ്യാൻ പറ്റും. അത് കാണാൻ തന്നെ ഒരു കാര്യം. പിന്നെ സാധാരണ നമ്മൾ മറ്റുള്ളവൻ്റെ വണ്ടികളാണ് നമ്മൾ റിവ്യൂ ചെയ്യാറിയത്. ഞാൻ സ്വന്തം വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി ഒരു സ്കൂട്ടി വന്നിട്ടുണ്ട്. യെസ്, ഇത്രയുള്ള പരിപാടി കലാസായി. പിന്നെ ഇത് ചിലപ്പോൾ ഞാൻ വണ്ടിയുടെ നാട്ടിൽ പോകുമ്പം ഒച്ചപ്പാടുണ്ടാവും.
അപ്പം പറയരുത് പാട്ട് വണ്ടിയാണെന്ന്. ഇതിൻ്റെ സൗണ്ട് കേട്ടോ, സ്റ്റെപ്പിൻ്റെ സൗണ്ടാണ്. ദയവ് ചെയ്തിട്ട് പാട്ട് വണ്ടി തന്നെ കളിയാക്കരുത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് F-150 റാപ്റ്റർ SVT. അടുത്തെന്തുള്ള യെസ്, ഇനി ഉള്ളിലാണ്. ഇവൻ എന്തെല്ലാം ഉണ്ട് ഉള്ളിൽ, ഞാൻ കാണിച്ചിട്ടാ. എനിക്ക് ഫസ്റ്റ് മനസ്സിലായിട്ടില്ല എന്തൊക്കെയാണെന്നിൽ. ഡോറെല്ലാം തുറന്ന് കാണിച്ചിട്ട് കേട്ടോ. ഡോർ വർക്കെന്ന് വെച്ചാൽ ഇവിടെ കണ്ടത് F-Gen പോലെ 2 ഡോർ ഇങ്ങനെ കേട്ടോ വരുന്നത്. ഇതാണ് ഉൾവശം. വേറെ കാര്യം, ഉള്ളിൽ കുറേ പണിയെടുക്കാനുണ്ട്, നമ്മളത് എടുക്കും കേട്ടോ, സമയം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ബേക്കിലിരിക്കാം, നീ പറഞ്ഞെടുത്തോ എന്തൊക്കെയാണ് വെച്ചാൽ. നമുക്ക് ആദ്യം ഇവിടുന്ന് തുടങ്ങാം. ഓക്കെ, ഇത് നിങ്ങൾ കാണുന്നത് ഓക്സിലറി സ്വിച്ച് പാനലാണ്. ഓക്കെ, അപ്പൊ നമ്മളൊരു ഓഫ് റോഡ് വണ്ടി എടുക്കുമ്പോൾ ഓഫ് റോഡ് പോകേണ്ടി വരും, അതിനുവേണ്ടി ലൈറ്റ് വേണ്ടി വരും. പിന്നെ ചില സമയത്ത് നമുക്ക് എന്തൊക്കെയാ പറയാ, പല കണക്ഷൻസ് കാണും. ഇപ്പൊ കിൽ സ്വിച്ച്, ഇപ്പൊ ട്രാക്ഷൻ എന്നൊരു സാധനമുണ്ട് ഗ്രിപ്പിന്റെ, അത് നമ്മൾ കട്ട് ചെയ്യും. കാരണം അല്ലെങ്കിൽ മണ്ണിൽ പോയിട്ട് ബ്രേക്ക് അടിക്കുമ്പോൾ അത് വന്നിട്ട് ഒരു നെഗറ്റീവാ, ആവശ്യമില്ല. അപ്പൊ അത് കില്ല് എന്തും 6 സ്വിച്ചിന്റെ കണക്ഷൻ എന്തിനു വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് കൊടുക്കാം. പിന്നെ വരുന്നത് ഇവിടെയുള്ള OEM ഓക്സിലറി സ്വിച്ച് പാനൽസ് ആണ്. ഇത് 4 എണ്ണം വന്നിട്ടുണ്ട്. ഇതിലിപ്പോ ഒരെണ്ണം നമ്മൾ സൈഡ് മിററിലെ ലൈറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്, ബാക്കി ഇപ്പോഴും ഓപ്പൺ ആണ്. എന്താന്ന് വെച്ചാൽ ഈ ഇരിക്കുന്നത് ഇതാണ് ഒരു അട്രാക്ഷൻ. ഇതെന്ന് പറയുമ്പോൾ മറ്റേ പെഡൽ ബോക്സ് എന്ന് പറയും. പെഡൽ ബോക്സ് എന്ന് വെച്ചാൽ ഇതാ, നമുക്ക് ഒന്നീന്ന് തുടങ്ങാം. ഇപ്പൊ ഒരു വണ്ടി ആകുമ്പോൾ ഒറിജിനൽ ഒരു ഫാക്ടറി മോഡ് ഉണ്ടാവില്ല, എന്ന് വെച്ചാൽ ഒരു ഫാക്ടറി ട്യൂൺ. ഇതിൽ 3 സെറ്റിംഗ് ഉണ്ട്. ഓക്കെ, ഒന്ന് സ്പോർട്സ്, ഓക്കെ, എന്ന് വെച്ചാൽ നമ്മുടെ സാധാ വണ്ടിയെക്കാളും കുറച്ചുകൂടെ പെർഫോമൻസ് കൂടും. അത് കഴിഞ്ഞ് സ്പോർട്ട് മാക്സ്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ത്രോട്ടിൽ റെസ്പോൺസ് വണ്ടി കാൽക്കുലേറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടാണ്. അപ്പോൾ അത് എന്താ പറയാ, ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത ലെവലിലേക്ക് വണ്ടിയുടെ പെർഫോമൻസ് മാറുന്നത്. 8 സിലിണ്ടർ അല്ലേ, എക്കണോമി ആവശ്യമാണ്. ഗ്രീൻ എന്ന് പറയുന്നത് എക്കണോമി എന്ന് വെച്ചാല് എന്നെ പോലത്തെ പാവപ്പെട്ടവർക്ക് പെട്രോൾ ലാഭിക്കണ്ടേ. ഈ സാധനത്തിന്റെ മൈലേജ് ഞാൻ പറഞ്ഞ ഇങ്ങനൊക്കെ തലയെ കൈവച്ചു, അത്ര മൈലേജ് ഉണ്ട് കേട്ടോ. അപ്പൊ എക്കണോമിയാണ്. ഇതിന് ഓരോ മോഡിനും 6 അഡ്ജസ്റ്റബിലിറ്റി ഉണ്ട്. ഓക്കെ, +3 -3. അപ്പൊ അങ്ങനെയാണ് അതിന്റെ സെറ്റിംഗ്. അപ്പൊ +3 -3. ഓക്കെ, പിന്നെ ഇങ്ങോട്ട് വരുമ്പോ CB റേഡിയോ ഉണ്ട്. ഇതിന്റെ ആക്ച്വലി മെയിൻ ടൂൾ മേളിലാണ്. അത് കാണിക്കണ്ട, ഇത് ബേസിക്കലി കൺട്രോൾ കോപ്പറൊക്കെ ഉള്ളതാണ്. അപ്പോ അതാണ്, ഇതൊക്കെയാണ് ഇതിന്റെ ഉൾവശം എന്ന് പറഞ്ഞത്. ഓഡിയോ സിസ്റ്റം സോണിയാണ്. അതെ, അത് ഭയങ്കര സൗണ്ടാണ്, അടിപൊളി സൗണ്ട്. അതൊക്കെ സൗണ്ട് സെറ്റപ്പ് ആണ്. പിന്നെ നമ്മുടെ റൂഫ് ടോപ്പ് ഇട്ട മേലെ മനസ്സിലായല്ലോ. 4-wheel drive സിസ്റ്റം ഇവിടെയാണ്. ഇതിലിപ്പം 3 വേറെ മോഡ്സ് ഉള്ളത്. 2 ഹൈ എന്ന് വെച്ചാൽ 2-wheel drive എന്ന് വെച്ചാൽ ബാക്ക് വീല് മാത്രമേ കറങ്ങൂ. 4 ഹൈ എന്ന് വെച്ചാൽ നമ്മുടെ അത്യാവശ്യം ഓഫ് റോഡിങ്ങിനൊക്കെ 4 ഹൈ ധാരാളമാണ്. ഒരു ബേസിക് ലെവലിൽ ഡെസേർട്ടിൽ പോകാനാണെങ്കിലും മണ്ണിൽ പോകാനാണെങ്കിലും. 4 ലോ എന്ന് പറയുമ്പോൾ ടോർക്ക് കൂടും, ഗിയറിംഗ് കുറയും. അപ്പോൾ അതിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റക്ക് ആയാലോ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസിലേക്ക് വന്നാൽ നമുക്ക് 4 ലോ യൂസ് ചെയ്യാം. പിന്നെ ഡിഫ്ലോക്ക് ഉണ്ട്, അത് വണ്ടിയുടെ ഒരു ഓഫ് റോഡ് പോകുന്നവർക്കറിയാം ഡിഫ്ലോക്ക് എന്താണെന്നുള്ളത്. പിന്നെ 4 വീലും ലോക്ക് ചെയ്തിട്ട് കുടുങ്ങി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വീല് കറങ്ങാനുണ്ടാവും, അപ്പൊ അതിനനുസരിച്ച് കൺട്രോൾ ചെയ്ത് കറങ്ങുമല്ലോ. പിന്നെ മല്ല ട്രിപ്പിന് പോകുമ്പോഴത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഒരു ഗാർമെന്റ് GPS. അത് മുതലാളി ഊരണ്ട എന്ന് പറഞ്ഞു, നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. മേടിച്ചല്ലേ കിടക്കട്ടെ. ഇതൊക്കെയാണ് ഉള്ളിലത്തെ കാഴ്ചകൾ. അതിന് പറയാം, ഇനി സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഇതിനെ പറ്റിയിട്ട്? പിന്നെ അതുപോലെ ഇതിന്റെ ഹൈറ്റ് കാണിച്ചു കൊടുക്കാനുമ്പോ, അപ്പൊ ഞാനിവിടെ നിന്ന് തരാം. മോഡിഫിക്കേഷൻ ഉണ്ട്, അതുണ്ട്, അത് കഴിഞ്ഞിട്ടില്ല. നിങ്ങളെ സ്വന്തം പരിപാടി എഞ്ചിന്റെ ഉള്ളിൽ. ഒന്നുകൂടി പറയാം, ഇതൊക്കെ ഇവിടെ ലീഗലാണ്, ലീഗലായിട്ട് ചെയ്ത കാര്യങ്ങളാണ്. അതെ, അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഇതാണ് KNന്റെ എയർ ഇൻടേക്ക്. ഇതിപ്പം വണ്ടിയിൽ കിട്ടുന്ന എയർ വോളിയം കൂടാൻ വേണ്ടിയിട്ടും ഫ്ലോ കൂടാൻ വേണ്ടിയിട്ടും അതിന് അനുസരിച്ച് പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ടും എയർ ഇൻടേക്ക് ഉണ്ട്. ഇത് പിന്നെ ഇവിടെ അത്യാവശ്യം ചൂടല്ലേ, ഇപ്പൊ തന്നെ ഏകദേശം ഇന്ന് എനിക്ക് ഹയസ്റ്റ് 51 ഡിഗ്രി ആയിരുന്നു. ട്രാൻസ്മിഷൻ കൂളർ, ട്രൂ കൂളുടെ. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ ട്രാൻസ്മിഷന്റെ ടെമ്പറേച്ചേഴ്സ് ഒരു കൺസിഡറബിളി 15-20% കുറയും. ഇത് എഞ്ചിന്റെ പിന്നെ റേഡിയേറ്റർ ആണെങ്കിൽ ഇത് ട്രാൻസ്മിഷന്റെ റേഡിയേറ്റർ കേട്ടോ. 2 റേഡിയേറ്റർ ആണ് പറഞ്ഞത്. ഈ കൂളർ എന്ന് പറഞ്ഞാൽ റേഡിയേറ്റർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവൂടാ. പിന്നെ ഒരു ത്രോട്ടിൽ ബോഡി സ്പേസർ അത് കാണിച്ചു കൊടുക്കുക. ത്രോട്ടിൽ ബോഡി സ്പേസർ എന്ന് പറയുമ്പോൾ ഇവിടെ അതുണ്ട്, ഞാൻ പറയുന്നില്ല, ഊരി നോക്കാൻ പറ്റുള്ളൂ, നമുക്ക് വിശ്വസിക്കല്ല ശരിയാവും. ഇതാണ് എഞ്ചിനുള്ള പണികൾ. അതുപോലെ ഈ വണ്ടി 0 to 100 എത്ര സമയം വേണം? ഈ വെയിറ്റ് ഒക്കെ വെച്ചോണ്ട് സമയം എടുക്കും. എത്ര വെയിറ്റ് ഉണ്ട് അവിടെ? ഇതൊരു 3 പുറത്താണ്. 3 കിൻഡൽ. 3 ടൺ. അതന്നെ 3 ടൺ. 3000 കിലോ. നീ കയറുന്നതിലോ 3050 ആവും. വീലിന്റെ സൈസ് ഉണ്ട്. അതുപോലെ നീ ഒന്ന് ഒരു കാര്യം കാണിച്ചാൽ നീ ഒന്ന് എക്സോസ്റ്റ് പറയാൻ പറ്റുമോ?
അതെന്താ അങ്ങനെ എനിക്കൊന്ന് മലയാളികൾക്ക് ഏറ്റവും വേണ്ട സാധനം നിങ്ങൾക്കറിയില്ല. സ്റ്റാർട്ട് ചെയ്ത് കേൾപ്പിക്കണോ? യെസ്, സ്റ്റാർട്ട് ചെയ്തോ? എക്സോസ്റ്റ് ഞാൻ കാണിച്ചല്ലോ. ഇതിപ്പോൾ നോർമൽ സൗണ്ട്, റണ്ണിങ്ങിൽ ഇങ്ങനെ വണ്ടി ഉണ്ടാവും കേട്ടോ. ആ കൊടുത്തോ. ആ റണ്ണിങ്ങിൽ മുടിഞ്ഞ സൗണ്ട് കേട്ടോ. യെസ്, ഭയങ്കര. ഇന്നലെ നമ്മൾ പോയിട്ടില്ല. അതെ, ഒരു ടണലിൽ കൂടെ പോയാലൊക്കെ ഞാൻ കത്തിച്ചു വിട്ടേ, നല്ലതാണ്. പിന്നെ വണ്ടിയുടെ കാറ്റ് ഇപ്പോൾ നമ്മൾ കുറച്ച് വേണം, ഓഫ് റോഡ് കയറാൻ വേണ്ടി കുറച്ചിട്ടതാണ്. അപ്പം ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ വിശേഷം എന്ന് പറയുന്നത്. വേറെ എന്താ പറയുക, എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു നാട്ടിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത്. വണ്ടി നാട്ടിലേക്ക് വരുന്നുണ്ട്, നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് ലീഗലായിട്ട് തന്നെയാണ് വരുന്നത്, ഇല്ലീഗലായിട്ടൊന്നുമില്ല. 6 മാസത്തേക്ക് കൊണ്ടുവരാനാണ് പ്ലാൻ കേട്ടോ. അപ്പം ഇതിനുള്ള കസ്റ്റമൈസേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ ലീഗലാണ്. അതൊക്കെ എന്താ പറയുക, നമുക്ക് അലൗഡാണ് ഇവിടെ. അപ്പോൾ അതിനനുസരിച്ചാണ് ഇതിൻ്റെ RCയും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിൻ്റെ പേപ്പേഴ്സൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെ നമുക്ക് നാട്ടിൽ ഇറക്കാൻ പറ്റും. ഒന്നുമില്ല, എനിക്ക് പണ്ടൊക്കെയുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു വണ്ടി നാട്ടിൽ കൊണ്ടുപോകണം. എൻ്റെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇവിടെ ജീവിക്കുന്ന പല പ്രവാസികളുടെയും ഒരു വലിയൊരു ആഗ്രഹമാണ് ഒരു വണ്ടി ഇവിടെ നാട്ടിൽ കൊണ്ടുപോകുക എന്നുള്ളത്. പലർക്കും അതിൻ്റെ പ്രൊസീജിയേഴ്സോ കാര്യങ്ങളൊന്നും അറിയില്ല, അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷേങ്കിൽ അതൊക്കെ ഒന്ന് പൊളിച്ച് എഴുതാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, ഏത് കാർഗോ കമ്പനിയുടെ അടുത്താണ് പോകേണ്ടത്, ആരാണ് ബെസ്റ്റായിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്രയാണ് സർവീസ് ചാർജ് ആകുന്നത്, എത്ര ദിവസം എടുക്കുന്നുണ്ട്, നാട്ടിൽ എങ്ങനെയാണ് നമ്മളത് ക്ലിയറൻസ് ചെയ്യുന്നത്, നാട്ടിൽ എങ്ങനെയാണ് നമുക്ക് ഓടിക്കാനുള്ള പെർമിഷൻസ് എടുക്കേണ്ടത്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയും. വാ, ആസ് യൂഷ്വൽ. വളരെ നന്ദി ബ്രോ, വളരെ നന്ദി. ഒരു സ്വപ്നം റെഡിയായില്ല. ഓഹ്, എന്തോ സുഖം. അല്ല, ഇനി നമുക്ക് അങ്ങോട്ട് ഡ്രൈവ് ചെയ്യാം. മീൻസ് എനിക്കൊരു വണ്ടി വിറ്റത് ഓൻ്റെ സ്വപ്നമായിരുന്നു, അത് റെഡിയായി ഞാൻ പറഞ്ഞത്. എല്ലാവരും ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ വണ്ടി ഫീൽഡിൽ കിടക്കുന്നത്. പിന്നെ വണ്ടിയുടെ ഓണർ ജെന്യൂൻ ആയിട്ട് ഹീസ് റിയൽ ഗൈ ആട്ടോ, ശരിക്കും പ്രോപ്പർ നമ്മുടെ അച്ചായനാണ്. അപ്പോൾ ഞാൻ ഒരുപാട് വണ്ടികൾ നോക്കിയിരുന്നു, പക്ഷേ ഈ വണ്ടി ഒരു ദിവസം രാത്രി ഞാൻ ഇവനെ വിളിച്ച് പോയി കണ്ടു, പിറ്റേ ദിവസം തന്നെ പോയിട്ട് നമ്മൾ കച്ചവടമാക്കി. റേറ്റും കാര്യങ്ങളൊന്നും പറയുന്നില്ല, കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു മുതലിനൊരിക്കലും നമ്മൾ ആ കൊടുക്കുന്ന വിലയല്ല, അതിക്കും മേലെ കേട്ടോ. നാട്ടിൽ കൊണ്ടുവരാൻ എക്സ്പെൻസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. വേറെ എന്താ പറയുക, ഇനിയിപ്പോൾ നമ്മൾ എങ്ങോട്ട് പോകണേ? ഇനി നമ്മൾ ഒന്ന് ക്യാമറ തിരിച്ചു. യെസ്, അവിടെ കണ്ടോ ഒരു കിടിലൻ സാധനം ഉണ്ട് അവിടെ. അതും ഈ വണ്ടിയും കൂടെ നമ്മൾ ഓഫ് റോഡ് കയറാൻ പോയി. ഒരുപാട് വണ്ടികൾ ഉള്ളിലുണ്ട്, ഞങ്ങൾ വേറെ ലേറ്റ് ആയിപ്പോയി, അതുകൊണ്ടാണ്. വേറെ എന്താ പറയാ, എന്നോട് തൃശ്ശൂർ ബ്രോ. താങ്ക് യു. ഓക്കെ, എല്ലാ സപ്പോർട്ടും. അപ്പോൾ പൊളിക്കാം. യെസ്, സേഫായിട്ട് ഓടിക്കുക, അതാണ് യെസ്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വിടാം ഡെസേർട്ടിലേക്ക്. അടുത്ത വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്, എല്ലാവരും കാണണം. നമ്മൾ നേരെ പോകുന്ന ഡെസേർട്ടിലേക്കാണ്. പിന്നെ റാപ്റ്റർ നാട്ടിൽ. യെസ്, അതാണ് എയിം. പിന്നെ ഇതിനെപ്പറ്റിയുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കും. എന്ത് സംശയങ്ങളും ചോദിച്ചോ, ഞാൻ ഇവനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഞാൻ ഓരോരോ വീഡിയോയിൽ എൻ്റെ ആൻസർ തരാം കേട്ടോ. എന്നാൽ ഞാൻ ഇവനെ കൂട്ടിക്കൊണ്ട് തന്നെയാണ് ഇവന് റൈഡ് പോകുന്നിടത്ത് പിടിച്ചു കൊണ്ടുവന്നത്. കാരണം റീസൺ ഞാൻ അവനോട് പറഞ്ഞിരുന്നു, എനിക്കിതിൻ്റെ ഒന്നും അറിയില്ല. ബൈക്കിൻ്റെ ആണെങ്കിൽ നിങ്ങൾ എന്ത് വണ്ടി മുമ്പിൽ കൊണ്ടിട്ടാണ് ഞാൻ ഉറക്കത്തിലാണ് ഞാൻ പറഞ്ഞത് ഏതാണെന്നുള്ളത്. പക്ഷേ കാറ് എന്നുള്ളത് എൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് വണ്ടി എന്ന് പറയുന്നത്. ട്രക്ക് തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്, അതുകൊണ്ട് ട്രക്ക് തന്നെ ഇറക്കിയത്, ഓഫ് റോഡൊക്കെ പോകാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയുന്ന ഇവനാകുമ്പോൾ ബൈക്കിനെ പറ്റി അറിയില്ല, പക്ഷേ കാറിനെ പറ്റി അറിയാം. എനിക്ക് ബൈക്കിനെ പറ്റി അറിയാം, പക്ഷേ കാറിനെ പറ്റി അറിയില്ല. അപ്പം ചില സമയത്ത് നമുക്ക് ഇതുപോലത്തെ ആൾക്കാരൊക്കെ നമുക്ക് വായ്പ എടുക്കാം. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. എല്ലാവരും സ്റ്റേ ട്യൂൺ. ഒരുപാട് നന്ദി കേട്ടോ, കാരണം നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് മാത്രം ഇത്രയും വലിയൊരു കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. എല്ലാവർക്കും സാധാരണക്കാരായ ആൾക്കാർക്ക് വരെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെ എന്ന് കാണിക്കാൻ വേണ്ടി കൂടിയിട്ടാണ്. റാപ്റ്റർ എന്നുള്ളത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. യെസ്, ശരിയാ. കാരണം ഈ വണ്ടി എടുത്തിട്ട് ഞാൻ ദുബായ് റോഡിൻ്റെ കൂടെ പോകുമ്പോൾ ആൾക്കാരുടെ പ്രസൻറ്റ്, ആ ഒരു റെസ്പോൺസ്, കുഞ്ഞ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുഞ്ഞാണ്. ഇത് വലിയ മുതൽ ഇത് ഭയങ്കര ഹൈറ്റും വെയിറ്റ് ഒക്കെ ഉണ്ട്. ട്രക്ക് എന്ന് പറയാം. I have a truck. I own a truck. I am an owner of a truck. I'm a trucker. I'm a trucker. അടിപൊളി വീഡിയോസ് അടുത്ത് ഓഫ് റോഡ് വരാണ്ട്. എന്താ പറയുക, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.